തെരുവുനായ അക്രമങ്ങളിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കൊച്ചി നഗരത്തിലെ പല ഭാഗങ്ങളും. അത്തരമൊരു മനുഷ്യൻ്റെ അതിജീവന കഥയും ഒപ്പം എറണാകുളം ജില്ലയിലെ നിലവിലെ സാഹചര്യവും നമുക്കൊന്ന് പരിശോധിക്കാം. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ കണ്ടത് കഴിഞ്ഞ ദിവസം എറണാകുളം അയ്യപ്പൻകാവിൽ നിന്ന് വന്ന ഭയാനകമായ ദൃശ്യമാണ്. റോഡിലൂടെ സഞ്ചരിച്ച വിദ്യാർത്ഥിയെ തെരുവ് നായ അതിക്രൂരമായി ആക്രമിക്കുന്നു. പിന്നീട് ഈ നായ മരണപ്പെടുന്നു. മരണത്തിന് ശേഷമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പേവിഷബാധയുണ്ട് എന്ന് കണ്ടെത്തിയത്. ഈ നായ ഏതാണ്ട് 5ഓളം പ്രദേശവാസികളെ കടിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്തായാലും ഈ സ്ഥലത്ത് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ മാത്രം 20,000-ഓളം തെരുവ് നായ്ക്കളാണുള്ളത്. ജില്ലാ തലത്തിൽ നടത്തുന്ന ABC കേന്ദ്രത്തിൽ നായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിന് നഗരസഭകൾ 1,500 രൂപ വീതം നൽകണം. കഴിഞ്ഞ മാർച്ച് 21-ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി മന്ത്രി OR കേളു നിയമസഭയിൽ നൽകിയ കണക്ക് പ്രകാരം 15 കേന്ദ്രങ്ങൾ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു കഥയിലേക്ക്. 2022 ഒക്ടോബർ മാസം 22-ാം തീയതി കളമശ്ശേരി തൃക്കാക്കര നിവാസികൾ ഉറക്കമെഴുന്നേറ്റത് ഞെട്ടിക്കുന്ന വാർത്ത കേട്ട്. തെരുവുനായ ആക്രമണത്തിൽ 9 പേർക്ക് ഗുരുതര പരിക്ക്. പേവിഷബാധയുണ്ടെന്ന് സംശയം. സംഭവം നടന്ന് 3 വർഷം പിന്നിട്ടിട്ടും തൃക്കാക്കരയിലും കളമശ്ശേരിയിലും കൊച്ചിയിലുമൊക്കെ നിരന്തരമായി ഈ പ്രശ്നം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തെരുവുനായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൃക്കാക്കര സ്വദേശി അബ്ദുൽ കരീം 24-നോടൊപ്പം ചേരുകയാണ്. താൻ അനുഭവിച്ച പ്രതിസന്ധികളും പ്രശ്നങ്ങളും പങ്കുവയ്ക്കാൻ. സുഹൃത്തുക്കൾക്കൊപ്പം പ്രഭാത നടത്തത്തിനിടയിലാണ് അബ്ദുൽ കരീം തെരുവുനായ ആക്രമണത്തിനിരയായത്. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൂടെ ഉണ്ടായിരുന്നതിനാൽ സൃഷ്ടിച്ചത് വലിയ ആശങ്ക. ഒരു പ്രകോപനവും ഇല്ലാതെ നമ്മൾ അറിയുന്ന പോലുമില്ല, പുറകിൽ നിന്ന് നായ വരുന്നത് നമ്മൾ അറിയുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ പുറകിൽ കൂടി വന്നിട്ട് പെട്ടെന്ന് ഞാൻ മുണ്ടാണ് ഉടുത്തിരുന്നത്. അപ്പോൾ കാലിൻ്റെ പാദത്തിന് തൊട്ട് മുമ്പിലായിട്ട് മുട്ടിന് താഴെയായിട്ട് നല്ല ശക്തമായിട്ട് 2 പല്ലും ഏൽക്കുന്ന രീതിയിലുള്ള കടിയാണ് ഉണ്ടായത്. അപ്പോൾ കടിച്ച് ഞാൻ പെട്ടെന്ന് വീണുപോയി. വീണ ഉടനെ തന്നെ നായ പിടിവിട്ടിട്ട് മുന്നോട്ട് വേറൊരാൾ, ഒരു ടാക്സിക്കാരൻ വന്നിട്ട് നായയെ ഓടിക്കാനുണ്ടായത്. ആ ഭീതിയിൽ നിന്ന് കരീം ഇപ്പോഴും കരകയറിയിട്ടില്ല. ദിനംപ്രതി ആക്രമണം ഉണ്ടായിട്ടും സർക്കാർ എവിടെയെന്നും ചോദ്യം. സൈക്കോളജി ട്രോമയ്ക്ക് ഞാൻ 1 മാസം, അതായത് നായ കടിച്ചതിന് ശേഷം 1 മാസം ഉറങ്ങിയിട്ടില്ല. രാത്രി എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുകയും വെറുതെ ഇരുന്ന് ഞങ്ങൾ മറ്റേ ഖുർആനൊക്കെ, ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളൊക്കെ ഓതുകയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ആശങ്ക ഇപ്പോഴും അകലുന്നില്ലെന്ന ഭാര്യ സൈനബ. കുറച്ച് വായിക്കുന്നൊക്കെ ആളായതുകൊണ്ട് ഈ പട്ടി കടിച്ചിട്ട് സെല്ലിൽ കിടക്കുന്ന ആ ഒരു അനുഭവം അതൊക്കെ പുള്ളി ഇങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു. ഭയങ്കര ഓവർ തിങ്കിങ് ആയിരുന്നു. ഓവർ തിങ്കിങ് വന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 മാസത്തേക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞങ്ങളെയും തീ തെറ്റിച്ചു. അബ്ദുൽ കരീം ഒരു ഉദാഹരണം മാത്രമാണ്. നമുക്കിടയിൽ നിരവധി ആളുകൾ ഇത്തരത്തിലേക്ക് പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. നടുറോഡിൽ തെരുവ് നായ്ക്കൾ പിച്ചി ചീന്തിയ ഒരുപാട് ജീവിതങ്ങൾ. ഇനിയും ഇത് തുടരുമെന്ന് മാത്രമാണ് അബ്ദുൽ കരീം ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. സർക്കാർ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം. കൊച്ചിയിൽ നിന്നും മാഹിൻ ജാഫറിനും വിഷ്ണു കച്ചേരിക്കുമൊപ്പം YS അഭിനന്ദ്, 24.